വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. അക്രമകാരികളായ കാട്ടാനകളെ കാടുകയറ്റാൻ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനം. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. DFO യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് രൂക്ഷ വിമർശനത്തിനിടയാക്കി. ഭരണാധികാരികൾ നമ്മുടെ പഞ്ചായത്തിൽ 10ന്റെ പൈസക്ക് പോരാ. അത് ഇടതുപക്ഷമാണെങ്കിലും പോരാ, വലതുപക്ഷമാണെങ്കിലും പോരാ. ഇതിപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച മാതിരി DFO ഏത് വലിയ കൊമ്പത്താണെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാൻ DFO കഴിയും. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കണം. പറയേണ്ടതുപോലെ പറയാം. പറയേണ്ടതുപോലെ പറഞ്ഞാലേ DFO ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും CA ആണെങ്കിലും ആരാണെങ്കിലും വരുള്ളൂ. അതിനൊരു മെമ്പർ കഴിയും. ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ ഒരു മെമ്പർ കഴിയും. അതിന് ഇവിടെ ഇരിക്കുന്ന ഒരു മെമ്പർമാർക്കും ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരെ മാറ്റാൻ കഴിപ്പില്ല. അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ പഞ്ചായത്തിന്റെ അവസ്ഥ എന്താന്നുള്ളത് ഈ ഇരിക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ശരിക്കും ഒരു പ്രസിഡന്റ് ഇല്ല അവിടെ. ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുരത്തുക 12000. അപ്പൊ നമ്മുടെ ഹൃദയം പിടയ്ക്കാണ്. 12000 അങ്ങോട്ട് ആക്കുമ്പോ അവിടെ 12000 മലബാരത്തിനുള്ളിൽ കുറച്ച് ആദിവാസി സമൂഹം ഉണ്ടെന്നൊരു ഓർമ്മ വേണം. പ്രത്യേകിച്ച് വെറ്റിലപ്പള്ളി കോളനി, അവിടെ വീടില്ല, യാത്രാ സൗകര്യമില്ല, ഒന്നുമില്ല. വെറും പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിലാണ് അവർ കിടക്കുന്നത്. നുഴഞ്ഞു കയറിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അപ്പൊ ആ കോളനിയുടെ സംരക്ഷണം കൂടെ ബന്ധപ്പെട്ട ITDP ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ആനനെ തുറത്തിക്കോട്ടെ, 12000 വന്നോട്ടെ. പക്ഷെ ഞങ്ങൾക്കും കോളനിയുടെ ഉള്ളിൽ കിടക്കുന്ന 12000 കാടിനുള്ളിൽ കിടക്കുന്ന 3000 കാടിനുള്ളിൽ കിടക്കുന്ന കുറച്ച് ആദിവാസി സമൂഹമുണ്ട്. തീരുമാനപ്രകാരം 18-ന് ചൊവ്വാഴ്ച രാവിലെ ദൗത്യം ആരംഭിക്കും. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ, RRP അംഗങ്ങൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദൗത്യത്തിൽ പങ്കുചേരും. 12000, 3000 വനമേഖലകളിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം. വനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം നഗറുകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭീഷണിയാകാത്ത വിധമായിരിക്കും ആനകളെ കാടുകയറ്റുക. 2023-ൽ കാട്ടാനകളെ കാടുകയറ്റിയിരുന്നുവെങ്കിലും പെട്ടെന്നു തന്നെ ജനവാസ മേഖലകളിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യമുള്ളതിനാൽ ആനകളെ മയക്കുവെടിവെച്ച് പിടികൂടി ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. സോളാർ വൈദ്യുത വേലികൾ ഫലപ്രദമല്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ ജലലഭ്യത കൂടിയെന്നും ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ 6 ആനകൾ സ്ഥിരമായിട്ടുണ്ടെന്നും വനപാലകർ പറഞ്ഞു. വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തി തുടങ്ങിയതോടെ രാത്രിയിൽ വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെ പറഞ്ഞു. ഞങ്ങൾക്ക് പണിക്ക് വരണമെങ്കിൽ ഒരു സാധനത്തിന് വരണമെങ്കിൽ കിലോമീറ്ററിൽ നടന്നിട്ട് വരണം ഫോറസ്റ്റിലോട്. ഞങ്ങൾ ഇപ്പൊ 2 വീട്ടുകാർ വാടക, ഇപ്പൊ ഞങ്ങൾ 4 വീട്ടുകാരുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ബസ് ആന വന്ന് ഞങ്ങളെ തന്നെ ചെയ്യുന്നത്. ആരോട് ഞങ്ങൾ പരാതി പറയും? കൃഷി മറ്റുള്ളതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയുണ്ടാവും, ജീവൻ ഉണ്ടാക്കിയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പറയണോ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ പഞ്ചായത്തും ഭരണത്തിന് ഒക്കെ സാങ്കേതികമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം തരണം. യോഗം കഴിയും വരെ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.